ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഇത് താമസിച്ചാണ് ഒരു വീഡിയോ മെയിനായിട്ടും വീഡിയോ നമ്മളിടുന്നത്. ഷോർട്ട് വീഡിയോ അല്ല ഇട്ടുകൊണ്ടിരുന്നത്. സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മെയിൻ വീഡിയോ എടുത്തത്. പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ മില്യം ബെൽസ് അല്ലെ മിനി പെറ്റൂണിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോ കിടക്കുന്ന മുമ്പ് നമ്മൾ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മില്യം ബെൽസ് പ്ലാന്റ് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് പെറ്റൂണിയ പോലെ ഉള്ളൂ, മഴ നനയാൻ പാടില്ല. ഏത് പ്ലാന്റും മഴ നനഞ്ഞാൽ പല്ലായി പോകും. പക്ഷേ ഇതിന് ചില വെയിൽ കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പം 14 കളറാണ് നമ്മുടെ ഓൾറെഡി ഉള്ളത്. പക്ഷേ നമ്മൾ 9 കളറിൻ്റെ സെയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കളർ കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് 6 കളറേ ഉള്ളൂ. അപ്പോൾ ഓണം കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്ന കളറിൻ്റെ എല്ലാം നമുക്ക് സെയിൽ ഉടനെ ആവുന്നതാണ്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പിന്നെ പാർസൽ അയക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒത്തിരി ലോഡ് കൂടുതലാണ് DDDC കൊറിയറിലൊക്കെ. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് പന്നലാവും. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റൊക്കെ ഓണം കഴിഞ്ഞ് അയക്കാവും. ഇന്നലെ വരെ ഞാൻ പ്ലാന്റ് അയച്ചിരുന്നു. അപ്പം പ്ലാന്റുകൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്താൽ മാത്രം മതി. നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ്. ഓർഡർ ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ചിരുന്നു, ഒരാൾ ചോദിച്ചിരുന്നു ഓർഡർ ചെയ്താൽ മാത്രം മതിയോ? അല്ല, പൈസയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പം ഇതെന്താണ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് നടന്ന രീതിയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മില്യം ബെൽസിൻ്റെ പ്ലാന്റ്. സിംഗിൾ പെറ്റൽസിൻ്റെയാണ് ഏറ്റവും കൂടുതൽ. സിംഗിൾ പെറ്റൽസിൻ്റെ പ്ലാന്റുകളാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, ഡബിൾ പെറ്റൽസിനേക്കാൾ. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡാർക്ക് പിങ്ക് ആണ്. ഡാർക്ക് പിങ്കിനകത്ത് ഒരു മജന്ത ഷെയ്ഡ്. ഇതാണെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലവർ, വലിയ ഫ്ലവറാണ്. ഇതിനകത്ത് മഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ മഞ്ഞക്കകത്ത് റെഡ് ഷെയ്ഡ്. ഇതിന് വേറൊരു മഞ്ഞ കൂടി ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഉഗ്രൻ പ്ലാന്റാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അപ്പോൾ ലാസ്റ്റ് വേറെ പ്ലാന്റാണ് പിങ്ക് കളറിലെ പ്ലാന്റ്. ഈ പിങ്ക് കളർ പ്ലാന്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഈ ക്ലീൻ ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ ശരിക്കും സീഡ് കിട്ടും. നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്ലാന്റ്. ഒന്ന് തണ്ട് കിളിപ്പിച്ചും സീഡ് കിളിപ്പിച്ചും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ മില്യം ബെൽസ് പ്ലാന്റ്. അപ്പോൾ ഈ മില്യം ബെൽസിനെ പറ്റി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കൂടുതലായിട്ട് പറയാനായിട്ട്. നമ്മൾ നടുന്ന രീതിയല്ല, നമ്മൾ സാധാരണ പെറ്റൂണ് നടുന്ന മാതിരി നട്ടാൽ മാത്രം മതി. പ്ലാന്റുകൾ നശിച്ചു പോകത്തില്ല. മഴ നനയരുത് മാത്രമേ ഉള്ളൂ. നല്ല വെയിൽ വേണം പ്ലാന്റിന്. അപ്പോൾ കുറേ കളറുകൾ നമ്മുടെ സെയിലിന് ഉടനെ തന്നെ ഓണം കഴിഞ്ഞ ഉടനെ സെയിലിനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെ പ്ലാന്റുകളില്ലാത്തവർ ചോദിച്ചാൽ മതി. നമ്മൾ പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു തരും. അപ്പോൾ നമ്മൾ പല ആൾക്കാർക്കും ചോദിക്കുന്നുണ്ട്, പിന്നെ മെസ്സേജ് എടുക്കുന്നില്ല. ഒത്തിരിയും മെസ്സേജ് വരുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ 400-500 മെസ്സേജ് വന്നാൽ നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ മെസ്സേജ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പോൾ കൂടുതൽ മെസ്സേജ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്.